അമ്മായിമ്മമാരോട് പ്രത്യേകിച്ചും പറയട്ടെ. ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് അമ്മായിമ്മയും മരുമകളും വിഷയം അവതരിപ്പിച്ചപ്പോൾ അത്ര ആൾ കൂടിയൊരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലാണ് അമ്മായിമ്മക്കും മകൾക്കും നല്ല മരുകൾക്കും നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. ഇത്ര ആളെന്നല്ല, അതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി ആൾക്കാരുണ്ട് അവിടെ. കാരണം വിഷയം പോസ്റ്ററിൽ കൊടുത്തപ്പോൾ ആൾക്കാർ കൊണ്ട് വന്നിട്ടില്ലേ. അമ്മായിമ്മയും മരുമകളും എല്ലാവർക്കും കേൾക്കണം, എല്ലാവർക്കും ബോധ്യമുണ്ട്, എല്ലാവർക്കും നല്ല സന്തോഷമായി കേട്ട് എല്ലാവർക്കും വേണ്ട രൂപത്തിൽ തന്നെയല്ലേ. അമ്മായിമ്മയും മരുമകളും ഒക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. എന്തെങ്കിലും ഒരു സ്വഭാവക്കേട് കാണുമ്പോഴേക്ക് വെറുക്കാൻ പാടില്ല. അഥവാ ഭർത്താവായ തൻ്റെ മകനെയും കൊണ്ട് ഭാര്യ ഉച്ച സമയത്തൊന്ന് വീട്ടിൽ കയറുമ്പോഴേക്ക് മുട്ടി വിളിക്കുന്ന അമ്മായിമ്മയാകരുത്. ഇവിടെന്നാ എന്താ അവിടെ പണി? എത്ര മോശാണിത്. സുബ്ഹാനല്ലാഹ്. ആ അമ്മായിമ്മ ചിന്തിക്കണം, ഞാനും എൻ്റെ ഭർത്താവും ഇത്രയും കാലത്തിന് മുമ്പ്, അന്നൊക്കെ ഈ അമ്മായിമ്മനെ കെട്ടിക്കൊടുന്ന 14-ാം വയസ്സിലാണ്. അന്ന് പിന്നെ ഈ നിയമമൊന്നുമില്ലല്ലോ. 14-ാം വയസ്സിലാണ്. അന്ന് ഈ അമ്മോശൻ കാക്കാക്ക് വയസ്സാകെ 21-20 കടന്നിട്ടേ ഉള്ളൂ. അപ്പം അന്ന് അവർ രാവിലെ 10 മണിക്ക് അങ്ങോട്ട് കയറി പിന്നെ ളുഹറിൻ്റെ സമയം കള്ളാണിന് മുമ്പാണ് പുറത്തിറങ്ങിയത് തന്നെ. ഇന്നിപ്പോൾ ളുഹുർസ്കാരം ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ റാഹത്തിലങ്ങോട്ട് കയറിയപ്പോഴേക്ക് വാതിൽ മുട്ടി. എന്താ പണി? ഇവിടെ ചെറിയ പണിയൊക്കെ ഉണ്ട്. അപ്പം മകൻ ചിന്തിക്കാണ്, പടച്ചോനെ ഇതെന്തൊരു ഉമ്മയാണ്, ഇങ്ങനത്തെ ഉമ്മാരൊക്കെ വേഗം മരിച്ചിട്ടേ എത്ര പെട്ടെന്ന് യാസീനോദാ. ഒന്നൊരു പക്ഷേ മക്കള് ചിന്തിച്ചാൽ ഉമ്മമാരെ നമുക്ക് ദോഷല്ലേ. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവരാകരുത്, നല്ല സ്വഭാവത്തോടെ പെരുമാറുന്നവരാകണം. അഥവാ ഒരു പെണ്ണിനെങ്ങാനും കൊണ്ടുവന്നിടത്ത് പണം കുറച്ച് കുറഞ്ഞുപോയി, പവൻ കുറഞ്ഞുപോയി, അതിൻ്റെ പേരിൽ എന്നും വിഷമം പറയുന്ന ഉമ്മമാരാകരുത്. കാരണം ഈ പെണ്ണ് മരണപ്പെട്ടാൽ ആ അമ്മായിമ്മക്കൊരു തുള്ളി പോലും, ഒരു ഗ്രാമ് പോലും, ഒരു 1/2 ഗ്രാം പോലും, ഒരു ചെറിയ ശതമാനം പോലും സ്വത്തിന് അവകാശമില്ല. പിന്നെന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് പരിക്കേൽപ്പിക്കുന്നത്? അപ്പം എന്തേലും വിഷയം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, പണ്ടം കുറവുള്ള കാര്യത്തിന് എല്ലാത്തിനും കുറവുണ്ട്. എന്തോ ഒരു കുറവ് വന്നപ്പോൾ പണ്ട് ചേർത്തക്കൂട് പറഞ്ഞു. എന്തിനാ? മെയിൻ പ്രശ്നം ദീൻ്റെ പ്രശ്നം മറ്റൊന്നുമല്ല, പണ്ടം കുറഞ്ഞ തന്നെ പ്രശ്നം. അതിനൊന്ന് ചേർത്തി പറഞ്ഞാണ്. പണിയെടുക്കാനൊന്നും അറിയില്ല, എല്ലാത്തിനും പണ്ട കുറവുള്ളതല്ല, മറ്റേതൊക്കെ കുറവുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ നല്ല സ്വഭാവത്തോടെ വർത്തിക്കുന്നവരാകണം. അമ്മോശൻ കാക്കയും അമ്മായിമ്മയും വരെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച സ്വത്തുക്കളാണ് മരുമക്കൾ.